نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدِ الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد اتقوا الله عباد الله ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന, അവന്റെ അനുഗ്രഹവും കാരുണ്യവും പെയ്തിറങ്ങുന്ന വളരെ മഹത്വപൂർണമായ ദിവസത്തിലും സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ഇന്ന് നാം സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും തീക്ഷ്ണ പരീക്ഷണങ്ങളുടെ വിജയത്തിലെ സന്തോഷമാണ് തൗഹീദിന്റെ പ്രഖ്യാപനമായ തക്ബീർ ധ്വനികളിലൂടെ നാം ആഘോഷിക്കുന്ന ബലിപെരുന്നാൾ.
ഈ ഒരു സുന്ദര മുഹൂർത്തത്തിൽ എൻ്റെ എല്ലാവിധ ഈദാശംസകളും നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹുൽ അഅമാൽ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ സഹാബത്ത് പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ അവരോട് ഉണർത്തിയ ഒരു വാചകമുണ്ട്. ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമുൽ ഫിത്രി വ യൗമുൽ അദ്ഹ. ഇത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആഘോഷമല്ല സഹാബത്തെ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ രണ്ട് ആഘോഷമെന്ന് പറയുന്നത് ഒന്ന് ഈദുൽ ഫിത്റാണ്, രണ്ട് ഈദുൽ അദ്ഹയാണ്. എന്നാൽ ഇന്ന് ലോകത്ത് വിശ്വാസി സമൂഹം മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോ അത് പാടില്ല, അനുവദനീയമല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു മതത്തിന്റെ ഒരു ആദർശത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ, അവരുമായി ലയിച്ചു ചേർന്നാൽ അവൻ അവരിൽപ്പെട്ടവനാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അതായിരിക്കണം എല്ലാ ഈദിന്റെയും ഒന്നാമത്തെ സന്ദേശമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നോക്കൂ, ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ കടന്നു വന്നതിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസ കർമാനുഷ്ഠാന രംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട് കിടക്കുന്ന പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുന്നവർ 69 തവണയും 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ ഒരു വിശ്വാസിയെ കൊണ്ട് അല്ലാഹു ആവർത്തിച്ചാവർത്തിച്ച് പറയിപ്പിക്കുന്നതുമായ നാമമാണ് ഇബ്രാഹിം, ഇബ്രാഹിം, ഇബ്രാഹിം എന്നുള്ളത്. ആ പ്രവാചകന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രവാചകന്റെ ചരിത്രം ഓർക്കലാണ്, ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റലാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശമായി നാം ഉൾക്കൊള്ളേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും. ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. നേരായ ചൊവ്വായ വക്രതയില്ലാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ ജനങ്ങളെ നിങ്ങൾ പിന്തുടരണം. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം പങ്കു ചേർക്കുന്നവനായിരുന്നില്ല, വിഗ്രഹ ആരാധന ചെയ്യുന്നവനായിരുന്നില്ല. കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. പ്രവാചകന് ഉത്ബോധനം കൊടുക്കുന്നു. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗത്തെ പ്രവാചകനെ നീ പിന്തുടരണം എന്നിതാ നിനക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഇനി വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ പറ്റി ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ ആദർശത്തെ പിൻപറ്റുന്നവനേക്കാൾ നല്ലവൻ വേറെ ആരുണ്ട്? ആ പ്രവാചകന്റെ തൗഹീദിനെ പിൻപറ്റുന്നവനേക്കാൾ. അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും വന്നപ്പോ അദ്ദേഹം ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഖൈറായവൻ. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. അവനാണ് ഏറ്റവും നല്ലവനെന്ന് വിശുദ്ധ ഖുർആൻ ഉപമിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ,
വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു സ്വന്തം കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത്രയും മഹത്വം ആ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കണമെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് നാം അറിയണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നീ ജനങ്ങളെ ഹജ്ജിലേക്ക് വിളംബരം നടത്തണമെന്ന വിളിയുടെ ഭാഗമായി ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹജ്ജ് എന്ന വിളിക്കുത്തരം നൽകി. സൗദി അറേബ്യ എന്ന രാജ്യത്തെ കേന്ദ്രീകരിച്ച്, ആ രാജ്യത്തിലെ പരിശുദ്ധ ഭൂമിയായ മക്കയെ കേന്ദ്രീകരിച്ച് അവിടെ എത്തിയ ഹാജിമാർ മസ്ജിദുൽ ഹറമിലൂടെ, മിനയിലൂടെ, അറഫയിലൂടെ, മുസ്ദലിഫയിലൂടെ, ജംറയിലൂടെ, സഫയിലൂടെ, മറുവയിലൂടെ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി മുന്നേറുമ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന തൽബിയത്തിലൂടെ, അതുപോലെ തന്നെ അവരും നമ്മളും ഉച്ചരിക്കുന്ന, ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തൗഹീദിന്റെ വചനങ്ങളെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മഹിതമായ ആദർശത്തെയാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈദിന്റെ രണ്ടാമത്തെ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തൗഹീദാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ മനസ്സകങ്ങളിൽ രേഖപ്പെടുത്തലാണ്, എഴുതി വെക്കലാണ്, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. നോക്കൂ, വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ച, ബലാഅൻ അലാ ബലാഇൻ, പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം സഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ജനിച്ച നാടും, എന്തിനേറെ പറയുന്നു പിതാവടങ്ങുന്ന കുടുംബവുമെല്ലാം അദ്ദേഹം പ്രതിദിനാദം ചെയ്യുന്ന ആദർശത്തിന് ഘടകവിരുദ്ധമായിരുന്നു, തൗഹീദിനെതിരായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, നക്ഷത്രങ്ങളെയും മലക്കുകളെയും ആരാധിക്കുന്ന, പുറമെ കല്ലുകളിലും മരങ്ങളിലും രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി വിഗ്രഹ ആരാധനയിൽ വ്യാപൃതനായിരുന്ന സ്വന്തം പിതാവിനോടും സ്വന്തം സമൂഹത്തോടും തൗഹീദ് പറഞ്ഞ പ്രവാചകന്റെ ആദർശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത വിഗ്രഹങ്ങളെ പിതാവേ താങ്കൾ എന്തിനാരാധിക്കണമെന്ന് സ്വന്തം പിതാവിനോട് തൗഹീദ് പ്രബോധനം ചെയ്ത പ്രവാചകൻ. നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരുടെ വീടുകളിൽ പിതാവ് തൗഹീദിലായേക്കാം, പിതാവ് ഹിദായത്തിലായേക്കാം, ആ വീട്ടിലെ മകൻ പക്ഷെ വലാലത്തിലാണ്. ഒരു പക്ഷേ മകൻ തൗഹീദിലും ഹിദായത്തിലുമായേക്കാം, പിതാവ് വലാലത്തിലാണ്. ഭാര്യ വലാലത്തിലായേക്കാം, ഭർത്താവ് ഹിദായത്തിലാണ്. നമ്മളെല്ലാവരും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ ആദർശം മനസ്സിലാക്കിയ വ്യക്തിയാണെങ്കിൽ ആദ്യം നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശം പിൻപറ്റുന്നവൻ ആദ്യമായി ചെയ്യേണ്ടത്. തീർന്നില്ല, വഇദ് ഖാല ഇബ്രാഹിം ലിഖൗമിഹി ഇബ്ദുല്ലാഹ വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഒരു വിശ്രമത്തിനും വകവരുത്താതെ ഇടവരുത്താതെ സമൂഹത്തോട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അതാണ് ഏറ്റവും ഖൈറെന്ന് സ്വന്തം സമൂഹത്തോട് പ്രഖ്യാപിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. കുടുംബത്തോട് നമ്മൾ ഈ ആദർശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനുശേഷം നമ്മുടെ അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റുള്ളവരുണ്ട്. ആ സമൂഹത്തോട് നമ്മൾ തൗഹീദ് പറയണം. പക്ഷെ ഇതെല്ലാം പറയുമ്പോ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടേക്കാം. പിതാവിനോട് തൗഹീദ് പറഞ്ഞപ്പോ പിതാവ് പറഞ്ഞത് ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, എന്റെ ഇലാഹുകളെ നീ വേണ്ടെന്ന് വെക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, ഈ തൗഹീദ് വിളംബരം ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് നീ മാറി നിന്നിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും, എറിഞ്ഞാട്ടും നാടുകടത്തും, എന്നിൽ നിന്ന് മാറ്റി പാർപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സ്വന്തം പിതാവ് അദ്ദേഹത്തോട് പറയാ. നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞപ്പോ ഹർരിഖൂഹു, വലിയ തീക്കുണ്ടാരമുണ്ടാക്കി നമ്രൂദ് രാജാവ് കൽപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലോട്ട് എടുത്തെറിയാൻ വേണ്ടിയിട്ടാ. അവിടെയെല്ലാം ഇസ്തിഖാമത്തോടുകൂടി തവക്കുലോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈദിന്റെ സന്ദേശമായി നമ്മൾ അറിയേണ്ടതുണ്ട്. നോക്കൂ, ഈ ആദർശം മനസ്സിലാക്കിയതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ നമ്മെ തെറി പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ നിന്ന് നമ്മെ ഇറക്കി വിട്ടാൽ, അവിടെ ഇസ്തിഖാമത്തോടുകൂടി നമുക്ക് അടിയുറച്ച് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അവനാണ് ഇബ്രാഹിമിയ മില്ലത്ത് പിൻപറ്റിയ ആളെന്ന് പറയുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. നമ്മൾ ഖുർആൻ മനസ്സിലാക്കി, പ്രവാചകന്റെ വചനങ്ങൾ മനസ്സിലാക്കി, അത് പ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മഹല്ലുകാർ, നമ്മുടെ നാട്ടുകാർ നമ്മെ എത്ര തെറി പറഞ്ഞാലും, നമ്മെ ആട്ടിയോടിച്ചാലും, ആ കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ത്യജിക്കേണ്ടി വന്നാലും അത് സഹിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്തൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, നിങ്ങൾ സ്നേഹിച്ചു വളർത്തിയ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ബിസിനസ്, നിങ്ങളുടെ കച്ചവടം നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് പടുത്തുയർത്തിയ നമ്മുടെ വീട് നമുക്ക് ഒഴിവാക്കി പോകേണ്ടി വരും. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഇതെല്ലാം അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചതിന്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നാൽ അത് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ. മാത്രമല്ല, മക്കളുണ്ടാകുന്ന പ്രായത്തിൽ മക്കളില്ലാതെ ഒരുപാട് പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടു. പ്രാർത്ഥന കൊണ്ട് തളരാതെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ എന്ന പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു സന്താനത്തെ കൊടുത്തു. മാത്രമല്ല സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശം നമ്മൾ പിൻപറ്റുന്നവരാണെങ്കിൽ അല്ലാഹു 5-10 വർഷം നമ്മൾ പരീക്ഷിക്കുകയാണ് മക്കളില്ലാതെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രാർത്ഥന കൊണ്ട് തളരാതെ 90 വയസ്സ് വരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പോലെ മനസ്സിൽ നിന്ന് തളരാതെ പതറാതെ പറയേണ്ടത് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എനിക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ എന്നുള്ളതാ. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? അള്ളാഹു അവർക്ക് സന്താനത്തെ കൊടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു. ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും ദർഗകളിലേക്കും എല്ലാം പോയിക്കൊണ്ട് അവിടെ അവർ സുജൂദ് ചെയ്യുകയാ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാ, അവരോട് വേദനകളും യാതനകളും പറയുകയാ. ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നോക്കൂ, ആശ്വാസത്തിനും വിശ്രമത്തിനും വകയില്ലാതെ വീണ്ടും പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലാ യൂജദു അഹദും മിനന്നാസ്, മനുഷ്യന്റെ ഒരു
കണിക പോലും കാണാൻ വകയില്ലാത്ത വലാ യൂജദു ഫീഇ മാഉൻ വലാ തആം, ഭക്ഷണവും പാനീയവും ഇല്ലാത്ത ഒരു വാദിയിലേക്ക്, താഴ്വരയിലേക്ക് ഹാജറ ബീവിയെ, തന്റെ ഭാര്യയെയും ഇസ്മായിൽ എന്ന പൊന്നു മകനെയും കൊണ്ടുവിടാൻ അടുത്ത പരീക്ഷണം കടന്നു വരികയാ. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അത് കഴിഞ്ഞ് ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹു, ഓടിച്ചാടി നടക്കുന്ന പ്രായമെത്തിയപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വീണ്ടും വരികയാ, ഇബ്രാഹിം നിന്റെ മകനെ നീ അറുക്കണം. ആ പിതാവ് സ്വന്തം മകനോട് പറയുന്നു, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. മകൻ പറഞ്ഞു, ഇഫ്അൽ മാ തുഅ്മർ, താങ്കളോട് കൽപ്പിച്ച രൂപത്തിൽ താങ്കൾ പ്രവർത്തിച്ചുകൊള്ളൂ. ആ പരീക്ഷണത്തിലും അദ്ദേഹം വിജയിക്കുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇബ്രാഹിമല്ലദീ വഫാ, തന്റെ ജീവിതത്തിലെ കടമകൾ നിറവേറ്റിയ, കരാറുകൾ പാലിച്ച, പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖദ് കാനത് ലകും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ ജനങ്ങളെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മളൊരു ചെറുപ്പക്കാരനാണോ, നമ്മളൊരു യുവാവാണോ, നമ്മളൊരു വാർദ്ധക്യം പ്രാപിച്ച വ്യക്തിയാണോ, നമ്മളൊരു ഭർത്താവാണോ, നമ്മളൊരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവനാണോ, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഖദ് കാനത് ലകും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് ബലിപെരുന്നാളിലൂടെ നാം ഓർക്കേണ്ടത്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ചു തന്ന ആദർശമാണ് നാം പിൻപറ്റേണ്ടത്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു തന്ന ആദർശമാണ് ജനങ്ങളെ, സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇനി ഈ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ടത് സയ്യിനു ഈദകും ബിത്തക്ബീർ, നിങ്ങളുടെ പെരുന്നാളിനെ നിങ്ങൾ ആഘോഷിക്കേണ്ടത് തക്ബീർ ധ്വനികളിലൂടെയാണ്. അതല്ലാതെ മദ്യം കുടിച്ചോ, ലഹരി ആസ്വദിച്ചോ, അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടുകൊണ്ടോ, മാറി മാറി വരുന്ന സിനിമകൾ കണ്ടുകൊണ്ടോ അല്ല നമ്മൾ ഈ പെരുന്നാളിനെ ആഘോഷിക്കേണ്ടത്. അറഫയുടെ ഫജ്ർ മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ അവസാന ദിവസം വരെ, സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ നമ്മൾ സഹോദരങ്ങളെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയുന്ന തക്ബീർ ധ്വനികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഈ പെരുന്നാളിലൂടെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ഈദിനെ ആഘോഷിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസം ആദ്യത്തെ 10 ദിവസം ഇന്നത്തോടുകൂടി നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ്. ഇന്നലെ നമ്മൾ ദുൽഹിജ്ജ 9 സൗമു യൗമ അറഫ, അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു. ഇന്ന് യൗമുൻ നഹ്റാണ്, ബലിപെരുന്നാളിന്റെ ദിവസമാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ അധികരിപ്പിച്ചവരുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആളുകളുണ്ട്. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പറയേണ്ടതും റബ്ബനാ തഖബ്ബൽ മിന്നി എന്നുള്ളതാ. റബ്ബേ എന്നിൽ നിന്ന് സ്വീകരിക്കണം. അതിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ കുറിച്ച് പറയുന്നു, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ. കഅബാലയത്തിന്റെ തൂണുകൾ പടുത്തുയർത്തുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചതാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, എന്ത് അമല് ചെയ്താലും അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശം പിൻപറ്റുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഈദുൽ ഫിത്ർ ആണെങ്കിലും ഈദുൽ അദ്ഹ ാണെങ്കിലും പരസ്പരം നമ്മൾ കെട്ടിപ്പുണർന്നുകൊണ്ട് ആ റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന ഗ്രീറ്റിംഗ്സ്, ആശംസ പരസ്പരം സഹോദരങ്ങളെ നമ്മൾ കൈമാറുന്നത്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്, ഇന്ന് ലോകത്തുള്ള മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും. ഫലസ്തീനും ഗസയും സിറിയയുമെല്ലാം വിശ്വാസികൾക്ക് എന്നും നോവായി മാറുകയാണ്. മുസ്ലിം നാമം സ്വീകരിച്ചതിന്റെ പേരിൽ, തലയിൽ തൊപ്പി വെച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞതിന്റെ പേരിൽ
കൊല്ലപ്പെടുന്നവരുണ്ട്, ആക്രമിക്കപ്പെടുന്നവരുണ്ട്, ജയിലിൽ അടിച്ചമർത്തപ്പെടുന്നവരുണ്ട്. നമ്മുടെ ഇന്ത്യയിലടക്കം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന അക്രമങ്ങളും തോന്നിവാസങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിശ്വാസികൾക്ക് ഏതു കാലഘട്ടത്തും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ കഅബാലയത്തിന്റെ തൂണിലങ്ങ് ചാരിയിരുന്ന് പ്രവാചകൻ ദിക്റിലും ദുആയിലും ഒക്കെ കഴിയുന്ന സമയത്ത് സഹാബി വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ, ഇന്നാ കുന്നാ ഫീ ഇസ്സിൻ വനഹ്നു മുശ്രികൂൻ. ഞങ്ങൾ മുശ്രിക്കീങ്ങളായ സമയത്ത് ഞങ്ങൾക്കൊരു പ്രതാപമുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ ഫലമ്മാ ആമന്നാ സിർനാ അദില്ല, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശം സ്വീകരിച്ചപ്പോ ഞങ്ങളെ അനുകൂലിച്ച ആളുകൾ ഞങ്ങൾ പ്രതികൂലിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും കല്ലേറുകളും ഏറ്റുവാങ്ങുന്നു. എന്താണ് റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് സഹായം തേടുന്നില്ലേ എന്ന് റസൂലിനോട് സഹാബി ആവലാതി പറഞ്ഞപ്പോ, പ്രയാസം ബോധിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതി കൊടുക്കുന്ന ഒരു ആയത്തുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നെത്തിയ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾ അനുഭവിക്കാതെ ഒരിക്കലും നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നിട്ട് റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നു, മസ്സതുഹുമുൽ ബഅസാഹു വല്ലറാഉ, ഒരുപാട് കഷ്ടപ്പാടുകൾ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് മാംസമകലം ശരീരത്തിൽ നിന്ന് പിച്ചി ചീന്തപ്പെട്ട ആളുകളുണ്ട്. ഈർച്ചവാൾ കൊണ്ടുവന്ന് തല മുതൽ കാല് വരെ രണ്ടായി പിളർത്തപ്പെട്ടവരുണ്ട്. കൈകാലുകൾ വ്യത്യസ്തമായി ഛേദിക്കപ്പെട്ടവരുണ്ട്. തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ചുട്ടുപഴുപ്പിച്ച കുന്തം ജനനേന്ദ്രിയത്തിലൂടെ കടത്തിവിട്ട് ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. അത്തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾ അനുഭവിക്കാതെ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല എന്ന് ആ സഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു കൊടുക്കുന്നു. അവിടെയും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയുണ്ട്. അങ്ങനെ ഒരു പ്രയാസം നമ്മൾ മുസ്ലിമായതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവിടെയാണ് നമുക്ക് തവക്കുൽ വേണ്ടത്, അവിടെയാണ് നമുക്ക് ഇസ്തിഖാമത്ത് വേണ്ടത്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്. യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, യഥാർത്ഥ മുവഹിദാണെങ്കിൽ, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളായിരിക്കും. ആ വിശ്വാസം നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ, ആ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിങ്ങൾ മായം ചേർക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ നസ്ർ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഇത്തരം മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്ന ഏത് വമ്പൻ ശക്തികളാണെങ്കിലും അവരെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമീൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീൽ അബ്സാർ, കണ്ണ് തള്ളിപ്പോകുന്ന അന്ത്യനാൾ വരെ മാത്രമേ അള്ളാഹു അവർക്ക് സമയം കൊടുക്കുകയുള്ളൂ. ഈ ദുനിയാവിലും പരലോകത്തും വെച്ച് അള്ളാഹു അവർക്ക് ശിക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, സഹോദരങ്ങളെ, കളങ്കപ്പെടുത്താതെ നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തൗഹീദ് എന്ന് പറയുന്ന ആശയമായിരിക്കണം, ആദർശമായിരിക്കണം ഈ ഈദിന്റെ സന്ദേശമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ പെരുന്നാളിനും പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുടുംബ ബന്ധത്തെ കുറിച്ച്. പ്രവാചകൻ ഖാലഫത്ത് ത്വരീഖ്, വഴി വ്യത്യസ്തമാക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരുപാട് ആളുകളെ കാണാൻ, അവരുമായി ഈദിന്റെ ആശംസ പങ്കുവെക്കാൻ, അവരുടെ വിവരങ്ങൾ
കാര്യങ്ങൾ അന്വേഷിക്കാൻ, തെറ്റി നിൽക്കുന്ന ബന്ധങ്ങൾ പുതുക്കാൻ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്വന്തം സഹോദരനുമായി, ഭാര്യയുമായി, ഭർത്താവുമായി, അയൽവാസികളുമായി, കുടുംബക്കാരുമായി നമ്മൾ പിണക്കത്തിലാണെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. പ്രവാചകൻ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അത്ഇമുത് തആം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. വസ്സിലുൽ അർഹാം, വസ്സിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി എണീറ്റ് നമസ്കരിക്കണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. അതിൽ മൂന്നാമതായി പറഞ്ഞത് വസ്സിലുൽ അർഹാം, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്യുന്ന നമസ്കാരവും നോമ്പും സകാത്തും സദഖയും മറ്റു ഇബാദത്തുകളും, ഇനി ഹജ്ജാകട്ടെ, ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അത്രയും പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ഒന്നാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാം പുതുവസ്ത്രം അണിഞ്ഞ് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത, ഇതുപോലെ പുതുവസ്ത്രം ധരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് മരീദ് രോഗികൾ നമുക്കിടയിലുണ്ട്. വീടിന്റെ ഹോസ്പിറ്റലിന്റെ 4 ചുമരുകൾക്കിടയിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. സിയാറത്തുൽ മരീദ്, അവരെ സന്ദർശിക്കേണ്ട ബാധ്യത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബാധ്യത ഈ ഈദിന്റെ ദിവസം നമുക്കുണ്ട്. അതുപോലെ തന്നെ പറയാതെ വയ്യ നമ്മുടെ മക്കളെ കുറിച്ച്. ഇന്ന് ലഹരി നമ്മുടെ സമൂഹത്തെ പിരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലടക്കം, ഈ കഴിഞ്ഞ വർഷങ്ങളിലടക്കം എത്രയോ കേസുകളാണ് പിടിക്കപ്പെട്ടത്. അതിൽ മുസ്ലിം നാമധാരികളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, യുവാക്കളുണ്ട്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകം നോക്കൂ നിങ്ങൾ. കള്ളെന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത് തിന്മകളുടെ മാതാവാണ്. ആ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിതാവിനെ കഴുത്തറുത്ത് കൊല്ലണമെന്ന് തോന്നും, സ്വന്തം മാതാവിനെ ഉപദ്രവിക്കണമെന്ന് തോന്നും, സ്വന്തം ഭാര്യയെ ആക്രമിക്കണമെന്ന് തോന്നും. വ്യഭിചാരത്തിലേക്ക്, കൊലപാതകങ്ങളിലേക്ക്, മറ്റു തിന്മകളിലേക്ക് എല്ലാം നയിക്കുന്നത് മിഫ്താഹു ശർർ, എല്ലാ തിന്മകളുടെയും താക്കോൽ എന്ന് പറയുന്നത് കള്ളാണ്. ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനുൽ ഖംർ, ആ കള്ള് കുടിക്കുന്ന മനുഷ്യൻ, ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ ഒരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവന് ആസ്വദിക്കാൻ സാധ്യമല്ല. നമ്മുടെ മക്കളുടെ സ്കൂളുകളൊക്കെ തുറന്ന സാഹചര്യമാണ്. വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോയാൽ, സ്കൂളിലേക്ക് പോയാൽ എപ്പോഴാണ് അവർ തിരിച്ചു വരിക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആരൊക്കെയായിട്ടാണ് അവർ കൂട്ടുകൂടുന്നത് എന്ന് ശ്രദ്ധിക്കണം. നമ്മളറിയാതെ നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോയേക്കാം. നമ്മുടെ മക്കൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക്, അരാജകത്വങ്ങളിലേക്ക്, അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കേണ്ടത് ഒരു രക്ഷിതാവിന്റെ കടമയാണ്. നമ്മുടെ മക്കൾ പോകാതിരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ്. അതിന് നമ്മൾ തുടർച്ചയായ തർബിയത്ത് നൽകിക്കൊണ്ടിരിക്കണം. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ആ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. സഹോദരങ്ങളെ, നമസ്കാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്തെന്നറിയോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം എല്ലാ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടുക്കുന്ന ഒന്ന. ആ നമസ്കരിക്കുന്നവൻ ലഹരി ഉപയോഗിക്കുകയില്ല, ആ നമസ്കരിക്കുന്നവൻ കള്ളു കുടിക്കുകയില്ല, ആ നമസ്കരിക്കുന്നവൻ ഒരാളെ കൊല്ലുകയില്ല, ആ നമസ്കരിക്കുന്നവൻ വ്യഭിചാരത്തിലേക്ക് പോകുകയില്ല, ആ നമസ്കരിക്കുന്നവൻ അന്യ പെണ്ണിനെ, അന്യ പുരുഷനെ നോക്കുകയില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആ നമസ്കാരത്തിന്റെ ഉടമയാക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളെ കുറിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, അയ്യാമുൽ അക്ൽ വശ്റുബ് വദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തിന്നാൻ, നിങ്ങൾക്ക് കുടിക്കാനുള്ള ദിവസങ്ങളാണ് ഈ യൗമുൻ നഹ്റും അയ്യാമുത് തശ്രീഖിന്റെ ഈ 3 ദിവസങ്ങളും എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ വലാ തുസ്രിഫു, അത് അമിതമാകാൻ പാടില്ല എന്ന പ്രവാചകന്റെ വചനം കൂടെ നമ്മൾ
സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈദിന്റെ ദിവസം അത് ഈദ്ഗാഹാണെങ്കിലും പള്ളിയിലാണെങ്കിലും പ്രവാചകൻ സ്ത്രീകളോടടക്കം എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ സ്വതക്ക നിർവഹിക്കണം. അത് ഒരു സുന്നത്തായി കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്. ഈദിന് ശേഷം നമ്മളാൽ കഴിയുന്ന ഒരു ദാനധർമ്മം നമ്മൾ ഇൻഷാ അല്ലാഹ് നിർവഹിക്കുക. മാ നഖസത്ത് സ്വതഖത്തും മിൻ മാൽ, ഒരിക്കലും സ്വതക്ക നിങ്ങളുടെ ധനത്തെ കുറക്കുകയില്ല. അത് നിങ്ങളുടെ സമ്പത്ത് അധികരിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമസ്കാരം കഴിഞ്ഞ് നമ്മളിപ്പോ ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബയ്ക്ക് ശേഷം പരസ്പരം നമ്മൾ കെട്ടിപ്പുണർന്ന് നമ്മൾ ഈദിന്റെ സന്ദേശം കൈമാറുക. അതൊക്കെയാണ് അതിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന തഹയ്യത്തായിരിക്കണം നമ്മൾ പരസ്പരം കൈമാറേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഈദിനെ, പെരുന്നാളിനെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആഘോഷിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നമുക്ക് നിർവഹിക്കാനുള്ള ഉളുഹിയത്ത് എന്ന് പറയുന്ന മഹത്തായ ബലികർമ്മമുണ്ട്. നമ്മുടെ മഹല്ലിന് കീഴിലുള്ള ബലികർമ്മം ഇൻഷാ അല്ലാഹ് നാളെയാണ്, 9 മണിക്കാണ്. അതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാകണം. അതിന്റെ പ്രവർത്തനങ്ങളിൽ, അത് ഉരുവിനെ അറക്കുന്ന വിഷയങ്ങളിലാകട്ടെ, അത് വിതരണം ചെയ്യുന്ന വിഷയങ്ങളിലാകട്ടെ, നമ്മുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ഉരുവിനെ നമ്മൾ അറക്കുമ്പോ അതിന്റെ രക്തം ഭൂമിയിലേക്ക് പൊഴിയും മുമ്പ് നിങ്ങളുടെ ആ കർമ്മത്തെ അള്ളാഹു അത്യുന്നതമായ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരം മഹത്തമായ ഒരു കർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂടിയ ആളുകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ നിയ്യത്തും ഉദ്ദേശം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹജ്ജ് എന്ന വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മുടെ മഹല്ലിൽ നിന്ന്, മറ്റുള്ള നാടുകളിൽ നിന്ന്, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആ പരിശുദ്ധ നാട്ടിലേക്ക് എത്തിയ ആളുകളുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹജ്ജ് പൂർത്തീകരിക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഹജ്ജ് അള്ളാഹു മഖ്ബൂലും മബ്റൂറുമാക്കി കൊടുക്കുമാറാകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണെങ്കിൽ അള്ളാഹു അതേ രൂപത്തിൽ പാപമുക്തമായ മനസ്സോടുകൂടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ നിർവഹിക്കുന്ന, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ നിർവഹിച്ച കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ഈദിനെ ആഘോഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടി, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ, അല്ലാഹുമ്മ റുദ്ദൽ മസ്ജിദുൽ അഖ്സ, അല്ലാഹുമ്മ അൻസുർനൽ ഇഖ്വാനിനൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى